ഉത്സവത്തിനൊക്കെ മാത്രം അമ്പലത്തിൽ പോകുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഭക്തിയൊക്കെ വന്നോന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ശ്രുതിയും ഞാനും കൂടെ രാവിലെ തന്നെ ഒരു തുളസിമാലയൊക്കെ കിട്ടി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അതേപോലെ ലേറ്റ് എഴുന്നേറ്റതുകൊണ്ട് പെട്ടെന്നായിരുന്നു തുളസിമാല കെട്ടലും പൂ പറിക്കലും എല്ലാം നടന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് 9 മണി കഴിഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പൂവും മാല എല്ലാം സെറ്റാക്കി വീടിനടുത്തുള്ള അമ്പലമായതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോയത്. സമയം വൈകിയോണ്ട് നട അടക്കുമെന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിച്ച് സ്പീഡിൽ നടന്നുപോയി. അതുകൊണ്ട് തന്നെ പോണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി കൃഷ്ണനെ തൊഴുതു. മാല വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പൂജാരി വന്ന് നമ്മുടെ മാല കൃഷ്ണനൊക്കെ ഇട്ട് കൊടുത്തായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചന്ദനമൊക്കെ തൊടാൻ പോയി. അപ്പോൾ ശ്രുതിയാണ് എനിക്ക് തീർത്ഥവും ചന്ദനമൊക്കെ എടുത്തു തരുന്നത്. അപ്പോൾ ശ്രുതി എനിക്ക് തീർത്ഥം അങ്ങനെയല്ല ഇങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് കാണിച്ചു തരുവാണ്. അങ്ങനെ തീർത്ഥം കുടിക്കുന്ന ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവൾ തന്നെയാണ് എനിക്ക് ചന്ദനമൊക്കെ തൊട്ട് തന്നത്. അങ്ങനെ ഞങ്ങൾ ചന്ദനമൊക്കെ തൊട്ട് അമ്പലത്തിൽ പോയ സമാധാനത്തിൽ കൃഷ്ണനെയൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. അമ്പലത്തിലേക്ക് ചെന്നതിനേക്കാൾ വേറെ വെയിലുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതും വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.